ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. അവൾ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഈ മാസം 14-ാം തീയതി അവൾ തിരിച്ചു പോകും. അപ്പോൾ അവളുടെ വീട്ടിലൊരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ നടത്തുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇന്ന് അവിടെ പോവുകയാണ്. നെടുമങ്ങാടാണ് അവൾ താമസിക്കുന്നത്. നെടുമങ്ങാട് ഉഴമലയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഇന്നത്തെ കാഴ്ചയെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് പോകുന്നതാണ്. മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു സാധനം കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വിഷാംശം ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പഴുത്തപ്പോഴത്തേക്കും കുറേയൊക്കെ പറിച്ചു. വേറെ എവിടെയൊക്കെ നിൽക്കുന്നത് ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഈ ഭാഗത്ത് ശരിക്കും ഉണ്ട്. എനിക്ക് വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഒത്തിരി ഇടും കേട്ടോ, ഒത്തിരി. നല്ല വളമൊന്നും ഇടില്ല, നല്ല ഫ്രഷായിട്ട് വന്നതാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ മുന്തിരി വളരും എന്ന് തെളിയിച്ചു തന്നു. ഞാൻ വിചാരിച്ചതൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിലെ മുന്തിരി ഇടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മുന്തിരിപ്പാടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കണ്ടെത്തിയേക്കും. ഇനി എന്നെങ്കിലും ഇവിടെ പോകണം. ഇവിടെ തേനി, കമ്പം തേനി, അവിടെയാണ് ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി. മുന്തിരിപ്പാടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ. ഇവിടെ കുറേ ഇതൊക്കെ വന്ന് നിൽക്കുന്നു. എത്തി വിളഞ്ഞു കേട്ടോ, കാക്ക കൊത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പം വല ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മുന്തിരിത്തോട്ടം? സെറ്റാണ് കേട്ടോ, നേരത്താണ് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഇതെൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവരായിട്ട് ഒരുമിച്ചാണ് പഠിച്ചത്. ഇവിടെ ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വൺ സൈഡ്. അപ്പോൾ 2 വീലറിലാണ് പോകുന്നത്. പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കാൻ നോക്കാം. ചേച്ചിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയണത്. ഞാനാണ് വണ്ടി ഓട്ടിക്കാൻ. അപ്പോൾ നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പേരൂർക്കട എത്തി. പേരൂർക്കടയിൽ നിന്ന് നമ്മളിനി പോകുന്നത് വടയിലയിലോട്ടാണ്. അപ്പം ഞങ്ങളെ കൂടെ വന്ന ഫ്രണ്ട്സ് ഇവിടെ ഒരു കടയിൽ ഇറങ്ങി ചായ കുടിക്കാനായിട്ട്. അപ്പം അവരെ വെയിറ്റ് ചെയ്തായിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അവർ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വണ്ടി ഓട്ടിച്ച് ഒരു വഴിയായി. ഇവിടെ പേര് പ്രീതി എന്നാണ്. പറ. എൻ്റെ പേര് പ്രീതി. നീ എവിടുന്ന് വന്നു? ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉള്ളത്. ഞാനിപ്പോൾ നാട്ടിലില്ലായിരുന്നു. ഇപ്പം ലീവിന് വന്നത്. കുവൈറ്റിലായിരുന്നു. ഇപ്പം ഇവർക്കൊക്കെ എല്ലാവർക്കും കൂടി ചേർന്ന് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്ത്. നീ എന്ന് തിരിച്ചു പോകും? ഞാൻ വ്യാഴാഴ്ച തിരിച്ചു പോകും. ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ശനിയാഴ്ചയായിരുന്നു അതിൻ്റെ പൊങ്കാലയും ലാസ്റ്റൊക്കെ ശനിയാഴ്ചയായിരുന്നു. ഞങ്ങൾക്ക് അതിന് പങ്കെടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ഇന്നാണ് പറ്റിയത്. നമ്മൾ കൂടെ ഉള്ളവർക്കൊക്കെ കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഭയങ്കര ബിസിയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഡേറ്റ് മാറ്റിയതാണ്. അങ്ങനെ ഇന്ന് നമ്മൾ ഇവളുടെ വീട്ടിലാണ് പാർട്ടി. ഇവിടെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ കാണാം. വരിക. ഇതാണ് നമ്മുടെ അടുത്ത കൂട്ടുകാരികള്. നിന്റെ പേര് പറ. സീന. ഭയങ്കര എളിമ എന്തെന്ന് അവക്ക് അറിഞ്ഞൂടാ. നമ്മള് എത്ര ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചോട്? 8ാം ക്ലാസ്. അത് അവിടെ നിന്നും പോയി. കുവൈറ്റിൽ പോയപ്പോ അവള് പഴയതെല്ലാം മറന്നുപോയി. 7ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ കുറച്ച് ചെറിയ കളവികളൊക്കെ ആയി. കിളവിയൊന്നുമില്ല, 40 വയസ്സ്.
40 വയസ്സ് വലിയ ഏജ് ആണോ? അല്ല. അവക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന്. എടി നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കടൽക്കരയും കടൽക്കരയും അതിനുത്തരം പറടി. കടൽക്കരയും കരക്കാറ്റും കടൽക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ ഇവള് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇവളിപ്പോ പറഞ്ഞു തരും. പറടി. കരയോണ്ടടിക്കുന്ന കാറ്റും കടലിൽ കടയോണ്ടടിക്കുന്ന കാറ്റും. ഇതാണ് ഒരു മാർക്ക് കിട്ടി. പക്ഷെ 10ാം ക്ലാസ് തോറ്റു. ഇപ്പൊ ഭയങ്കര എഴുതി ജയിച്ചതാണ്. ഇപ്പൊ നീ ഇപ്പൊ എന്താണ് ചെയ്യണത്? ഞാൻ ചായക്കട നടത്തുന്നു. ഇപ്പൊ ഒരു ചായക്കടയുടെ ഓണറാണ്. ചില്ലറ കാര്യമൊന്നും അല്ല. ഇവളെ സമീപിച്ചാൽ കുറെ ലോണൊക്കെ കിട്ടും നമുക്ക്. ഇവളെ വെച്ച് നമുക്ക് കുറെ ലോൺ എടുക്കാം. ലോണിന്റെ ആശാത്തിയാണ് ഇവള്. നിനക്ക് എത്ര മക്കളുണ്ടടി? പറഞ്ഞോളൂ. ആ, എത്രയും പഠിക്കണം? മോള് 7-ല്, മോൻ 5-ല്. ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ആണ്. വേറെ കുറച്ച് പേരുണ്ട്. അവർക്ക് വീഡിയോയിൽ കാണിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് അവരെ കാണിക്കില്ല. അപ്പം നമുക്ക് പ്രീതിയുടെ വീട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാം. എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫിഷ് ഫ്രൈ, ഇത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറി, പിന്നെ ഇത് ചിക്കനാണെന്ന് തോന്നുന്നു. പ്രീതി, ഇത് ചിക്കൻ അടി? പിന്നെ ഇത് ബീഫാണ്. ഇത് കപ്പയാടി? കപ്പ. ഇത് മുളവും ചെറിയ ഉള്ളിയൊക്കെ ഉടച്ചിട്ട് നമ്മൾ കപ്പയിലൂടെ കഴിക്കാനായിട്ട്. പപ്പടം, ഇതൊക്കെ കുറേ ഉണ്ട്. ഇതെന്തോ അടി? പപ്പടം വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണെന്ന് തോന്നുന്നു. ഇത് ബീട്രൂട്ട് തോരൻ, ഫിഷ് കറി, ചൂരയാണെന്ന് തോന്നുന്നു. ഇനി ഇതെന്ന് തോന്നുന്നു ചോറ്. ഇതും കപ്പ. അപ്പം ഇന്നത്തെ നമ്മുടെ പാർട്ടി ഗ്രാൻഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നല്ല ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞങ്ങൾ കുളിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടൊക്കെയാണ് വന്നത്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്നത് കാണാം. ഇനി ഇവരൊക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ചിരിക്കണം. ഇപ്പം വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തവരെ കൊണ്ടുവരുന്നില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ അവർക്ക് ബോറടിക്കും. അതുകൊണ്ട് എടി ചക്ക കിട്ടിയില്ലേടി? ഇവിടെ നോക്കിയാൽ വിളഞ്ഞില്ല. ഒരൊറ്റ ചക്ക പോലും ഇവിടെ വിളഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്നലെ ആരനാട്ട് പോയി, ഇന്ന് രാവിലെ നെടുമങ്ങാട് പോയി, കിട്ടിയില്ല. പിന്നെ രണ്ടാമത് പോയി എക്സ്ട്രാ മരിച്ചിനി കൂടി വെച്ചോണ്ട്. പിന്നെ ഇവക്ക് ഗൾഫിൽ പോയി കുവൈറ്റിൽ പോയിട്ട് ഒത്തിരി മുടി പൊഴിഞ്ഞായിരുന്നു. അപ്പം അത് എനിക്ക് ഡ്രിങ്ക്സ് തന്നു. മുടി ഒത്തിരി പൊഴിഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഇവളുടെ ഹെയർ കുവൈറ്റിൽ പോയിട്ട് ഒത്തിരി പോയായിരുന്നു. ഇവിടെ മൊത്തം നമ്മൾക്ക് സ്കാൾപ്പൊക്കെ നല്ലതുപോലെ കാണാമായിരുന്നു. നീ അതിനെങ്ങനെയാണ് തിരിച്ചു പിടിച്ചത്? അത് പറ, എക്സ്പീരിയൻസ് പറ. ഇത് പ്രീതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ റോസ്മേരി ഹെയർ ഓയിൽ, റോസ്മേരി വാട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം ഇത്രയായി. ഇതൊന്നും അല്ലായിരുന്നു. നല്ല പോലെ കാണാമായിരുന്നു. കാരണം തലയിൽ ഒട്ടും മുടി. ഇപ്പൊ ഇതാണ്ട ഇതെല്ലാം പുതിയ മുടിയാണ്. ഇതെല്ലാം ഇവിടുന്ന് മുഴുവനും പോയി, കഷണ്ടി പോലായി പോയി. ഇതെല്ലാം സ്കാൾഫ് നല്ല പോലെ കാണാൻ നല്ല കഷണ്ടിയായിരുന്നു. പുതിയ മുടികളാണ്. ഇതെല്ലാം പുതിയ മുടിയാണ്. നല്ല ഇത്ര നീളത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ റോസ്മേരി വാട്ടർ, പിന്നെ ആവണക്കെണ്ണ അല്ലേ? ആവണക്കെണ്ണ, റോസ്മേരി ഓയിൽ, റോസ്മേരി വാട്ടർ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ വന്ന റിസൾട്ടാണ് കേട്ടോ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ. പക്ഷേ ഇവക്ക് പെട്ടെന്ന് ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ മുടി പൊഴിഞ്ഞ ആ ഭാഗത്തുള്ള ഹോൾസ് ഒന്നും അടഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ റോസ്മേരി കൊടുത്തത് കൊണ്ടാണ് ആ പോയ മുടിയെല്ലാം തിരിച്ചു വന്നത്. കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അത് തിരിച്ചു കിട്ടില്ല അല്ലേ? അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പ്രീതി എന്ത് കഴിക്കണം? ബീഫ്.
ഇത് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ്, പേര് രാഗി. പേര് പറയടി. രാഗി. ഇവിടെ ഒരു ചില്ലറ കാര്യമൊന്നുമില്ല, ഇവളൊരു ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ്. പക്ഷേ ഇവക്ക് നോമ്പായതുകൊണ്ട് ഇവക്ക് പപ്പട ചമ്മന്തിയും കപ്പയും മുളക് ഉടച്ചതും. നിനക്ക് കുഴപ്പമുണ്ടോ? ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ്, പേര് പറ. ഒറിജിനൽ പേരാടി. ഇതെൻ്റെ ചേച്ചി. കപ്പ ബീഫ് ഇതൊക്കെ തീരാറായി കേട്ടോ, നേരത്തെ തുടങ്ങി ഞാൻ. കപ്പ ബീഫ് ചമ്മന്തി പപ്പട ചമ്മന്തി ഇടാൻ തീർന്നു. ഒന്നുമല്ല, ചൂട് കട്ടച്ചി. ഇതെൻ്റെ ചായ കടയിലെ ഓണർ സീനാമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണെന്ന്. ഇവിടെ പാർലറിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത്? ത്രെഡിങ് ചെയ്യുന്നുണ്ട്, ഹെയർ സ്പാ, ഹെയർ കളറ്, ഹെന്ന, ഹെയർ ഡൈ, ഫേഷ്യല്, പെഡിക്യൂർ, മാനിക്യൂറ്. പിന്നെ സ്മൂത്തനിങ് ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്, സ്മൂത്തനിങ് ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്, കെരാറ്റിൻ ഉണ്ട്, പിന്നെ ഹെയർ ഫോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പാർലർ എവിടെയായിട്ടാണ്? മണക്കാട് ജംഗ്ഷനില് ആദംസ് ബിൽഡിംഗ് എന്ന് പറയും. അപ്പം തിരുവനന്തപുരത്തുള്ളവർ കാണുകയാണെങ്കിൽ പോണം കേട്ടോ. മണക്കാട് ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും താമസിക്കുന്നവരാണെങ്കിൽ ഇവിടെ അച്ചൂസ് ബ്യൂട്ടി പാർലറാണ്. എൻ്റെ കൂട്ടുകാരിയാണ്. പോയ നല്ല ഓഫറൊക്കെ ഉണ്ട്. ഇപ്പം പൊങ്കാലയുടെ ഓഫർ ഉണ്ടല്ലേ? ഉണ്ട്, പൊങ്കാലയുടെ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് കുറച്ച് വൈകിപ്പോയി. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പൊങ്കാലയാണ്. ഏത് വർക്ക് ചെയ്താലും 50% ഡിസ്കൗണ്ടാണ്. ഞാൻ ഇവിടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം. നല്ല വർക്ക് ചെയ്യും, മിടിക്കുകയാണ് ഇവള്. ഇവളെൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അവൾ ചക്കയും കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയാണ്. പക്ഷേ വെയിലായതുകൊണ്ട് വെള്ളം കുറവാണ്. വാടി, വെള്ളം കുറവാണ്, കാണിച്ചു തരാം. ഞങ്ങൾ ചക്കയും കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് ഇനി അവിടെ വെച്ച് നമ്മൾ ചക്ക മുറിച്ച് അവിടെ നിന്ന് കഴിക്കും, കുളിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ദിവസമാണ്. ഒരു ടെൻഷനും ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല, ആർക്കും ചോറ് കോരി കൊടുക്കണ്ട, വീട്ടിൽ ചോറും കറിയും വെക്കണ്ട, വീട് തൂത്ത് വരണ്ട, ഒന്നും ചെയ്യണ്ട. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ളത് അല്ലേ? വല്ല ആണ്ടിലും ആവണിയിലും കിട്ടുന്ന ഒരു സന്ദർഭമാണ്. അത് ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യും. ഇവളിനി 14-ാം തീയതി പോയി കഴിഞ്ഞാൽ ഇനി 2 വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ ടൂർ പോയപ്പോഴത്തേക്ക് കണക്ക് നമ്മളിത് മലമ്പുഴ ഡാമിൻ്റെ അവിടെ ഇങ്ങനെ കൈ പിടിച്ച് വന്നത്. ഇതുപോലൊരു വരൊക്കെ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ ചക്രപാണിപുരം അല്ലേ? അവിടുത്തെ ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമാണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ശരിക്കും വെള്ളം ഞങ്ങൾ കഴിഞ്ഞ എപ്പോഴടി വന്നത്? കഴിഞ്ഞ വർഷമാണ് നമ്മൾ വന്നത്. കഴിഞ്ഞ 9 മാസത്തിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ചാറ്റൽ മഴയായിരുന്നു. നല്ല ഇതായിരുന്നു. അവിടെ ഒരു കൂട്ടം യുവതികൾ മരത്തിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. ഇവിടെ ഒരുത്തി ഫോട്ടോഗ്രാഫർ. നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, അടിപൊളി, സൂപ്പർ വൈബ്. ഞങ്ങള് ശംഖുമുഖം. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആ സിറ്റിയിലൊക്കെ ഭയങ്കര ചൂടല്ലേ. ഇവിടെ വന്നിട്ട് കുറേ മരങ്ങൾക്ക് ഇടയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കുറേ നമ്മൾ 7 മാസത്തിന് മുന്നേ വന്നപ്പം നല്ലതായിരുന്നു. അവിടെ ആരൊക്കെ കുളിക്കണം. കുറച്ചും കൂടെ അപ്പുറത്ത് പോവാം. അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം.
അങ്ങനെയൊന്നുമില്ല. പാറ പോലെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആദ്യം ശരിക്കും വെള്ളമുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് വെള്ളം നല്ല കുറവ്. നമുക്ക് കുളിക്കാനുള്ള വെള്ളം കാണോ? ഇനി ബക്കറ്റും കപ്പും കൊണ്ട് പോകണമെന്ന് പറഞ്ഞോളൂ കോഴി കുളിക്കാൻ. ആൾക്കാരൊക്കെ താമസമുണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ. ഞങ്ങൾ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വരാനാണ് ഇരുന്നത്. അപ്പം അന്ന് ഇവിടെ സെക്കൻഡ് സാറ്റർഡേ അന്ന് ഇവിടെ പൊങ്കാലയായിരുന്നു. അപ്പോൾ ഇവർക്ക് പൊങ്കാല ഇടണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളത് ചേഞ്ച് ചെയ്താണ് ഇന്ന് തിങ്കളാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവള് പോയി കഴിഞ്ഞ് ഇനി 2 വർഷം കഴിഞ്ഞ് ഇവളെ ഇനി കാണാൻ പറ്റും. അപ്പം നമ്മൾ പിന്നെ അല്ലാതെ നമ്മൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കൂടുന്ന സമയത്ത് പ്രീതി കാണില്ല. അവൾക്ക് നമ്മൾ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കും. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് 41 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളൊരു 9 പേരുണ്ട്. അതിൽ ഒരാൾ ബുഷറ എന്നുള്ള പേര്, അവൾ വന്നില്ല. ഇപ്പോൾ ഏകദേശം സ്ഥലമെത്തി. ഞാനിപ്പോൾ ഒരു പാറക്കെട്ട് കാണിച്ചു തരാം. അതുണ്ടോ, നല്ല സൂപ്പർ സ്ഥലമാണ്. നമ്മൾ മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാറയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അത് പാറ കവിഞ്ഞ് വെള്ളം ഉണ്ടാവും. അപ്പം വെയിലായതുകൊണ്ട് വെള്ളം കുറവ്. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളമാണ്. അപ്പം കണ്ട പാറയൊന്നും കാണാൻ പറ്റില്ല. പാറ കവിഞ്ഞൊഴുകും. വേറൊരു സീൻ കാണിച്ചു തരാം. ഉണ്ടോ, വെള്ളം കുറവായതുകൊണ്ട് പാറയൊക്കെ നല്ല തെളിഞ്ഞ് കാണാം. നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. നല്ല ഭംഗിയാണ്. നെടുമങ്ങാട്. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ 1-2 പേര് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ ഞാൻ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോയിരുന്നു. അപ്പം അന്ന് വീഡിയോ എടുക്കാനായിട്ട് 1-2 പേർക്ക് ഒരു സമ്മതക്കുറവുണ്ടായിരുന്നു. അവരെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ പിന്നെ എടുക്കാനുള്ള ആ ഒരു മൂഡ് പോയി. ഇത് വേണ്ട സ്ഥലം എങ്ങനെയുണ്ട്, കൊള്ളാം. ഇനി കുറച്ചും കൂടെ പോകണം. നമ്മൾ മുന്നേ ഇറങ്ങിയ സ്ഥലം കാണാനായിട്ട് ഇനി കുറച്ചും കൂടെ പോകണം. ബാക്ക് ക്യാമറയെ കാണിച്ചു തരാം. പാറയൊക്കെ നല്ല വെള്ളം കുറവ് കേട്ടോ. കാല് മുങ്ങി നിൽക്കാനുള്ള വെള്ളമെങ്കിലും ഉണ്ടോ എന്തോ. മഴ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഈ പാറക്കെട്ടിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് കുറച്ച് പാട് വിട്ട്. അയ്യോ, അന്ന് വന്നപ്പോൾ ഇവിടെ ശരിക്കും വെള്ളമായിരുന്നു. വെള്ളം ഒട്ടുമില്ല. അമ്മ, ഇനി എന്ത് ചെയ്യും? വെള്ളമില്ല ഗൈസ്, സങ്കടത്തിലാണ്. എടി വെള്ളമില്ലല്ലോ. ബക്കറ്റും കപ്പും കൂടെ എടുത്തോണ്ട് വെള്ളമായിരുന്നു. നമുക്ക് കോരി കുളിക്കായിരുന്നു. ആ, നമ്മൾ അങ്ങ് ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. അയ്യോ, സങ്കടമായിപ്പോയി. ഇവളിനി 2 വർഷം കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ഇനി ഈ സ്ഥലം കാണാൻ പറ്റും. അന്ന് നമുക്ക് ശരിക്കും വെള്ളം. നമ്മുടെ ചക്കയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിനി അവിടെ വെച്ച് ചക്കയൊക്കെ അരിഞ്ഞ് കഴിക്കും. പക്ഷേ വെള്ളമില്ല. സങ്കടമായിപ്പോയി. ഇങ്ങനെ പ്രീതിയുടെ മോളാണ് കേട്ടോ. പ്രീതിയുടെ മോളെ ഒരു ഹായ് പറ. കുറച്ച് വെള്ളമേ ഉള്ളൂ.
വന്ന് ഇരുന്നു കേട്ടോ. വന്ന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴേ ഒരു നീർക്കോലിയെ കണ്ടു, അതോടെ അവിടെ പേടിച്ചു. നല്ല വെയിലാണ്. ഞങ്ങളിവിടെ വന്നിരുന്നു. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വീഡിയോ പിടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇത്രയും കാണിച്ചിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങുകയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. രണ്ട് ഹെൽമെറ്റും കൂടെ തട്ടാണ്. ഞങ്ങളങ്ങനെ പ്രീതിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നീ വേറെ 2 വീലറിൽ, ഞാൻ വേറെ 2 വീലർ. ബൈ പ്രീതി വാടി. ഞങ്ങൾ പോവേണിന്റെ ഹെൽമെറ്റ് വന്നിടിച്ചു. പോവേണ്. ഇനി ഇവിടെ 2 വർഷം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. ബൈ രക്ഷിത വാടി. അപ്പൊ ഞങ്ങൾ പിരിയാണ്. ബൈ ബൈ. അടുത്ത റീൽസിന് കാണാം.